ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് ഹൈദരാബാദിലെ ചരിത്രപ്രസിദ്ധമായ ഒരു ഹിസ്റ്റോറിക്കൽ ഗാർഡൻ കാണുവാൻ വേണ്ടിയാണ് പോകുന്നത്. പബ്ലിക് ഗാർഡൻ. ഇത് ഹൈദരാബാദിൻ്റെ ഹൃദയഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ നിൽക്കുന്നത് ഏകദേശം 215 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ്. അതുകൊണ്ട് നമ്മൾ ഏകദേശം ഒരു 9:30 ആയപ്പം ഇവിടുന്ന് ബസ് കയറി ഒരു 5-6 മണിക്കൂർ യാത്രയുണ്ട്. നമ്മൾ പോകേണ്ടത് ഫസ്റ്റ് JBS ബസ് സ്റ്റാൻഡിലേക്കാണ്. ഇതാണ് JBS ബസ് സ്റ്റാൻഡ്, ജൂബിലി ഹിൽ ബസ് സ്റ്റാൻഡ്. ഇവിടെ നമ്മൾ 3 മണിയായപ്പോൾ എത്തിച്ചേർന്നു. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ജൂബിലി ഹിൽ ബസ് സ്റ്റാൻഡ്. ഇവിടെ നമുക്ക് ഒരു ഓട്ടോ വിളിച്ചാണ് പോകേണ്ടത്. നമ്മൾ നേരെ റൂം എടുത്തിട്ടുള്ളത് സെക്കന്ദരാബാദ് റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിലേക്കാണ്. നാട്ടിൽ നിന്ന് വരുന്നവർക്ക് സെക്കന്ദരാബാദ് റെയിൽവേ സ്റ്റേഷനിൽ അവിടെ നിന്നാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത്. ഈ പബ്ലിക് ഗാർഡൻ വളരെ പ്രസിദ്ധമായ ഒരു ഗാർഡനാണ്. ഇതൊരു ഹിസ്റ്റോറിക്കൽ പാർക്കാണ്. ഇതിൻ്റെ പേര് ബാഗ്-ഇ-അം എന്നും കൂടെയാണ്. ഇപ്പോൾ രാത്രിയാണെങ്കിൽ പോലും, ഇപ്പോൾ ഏകദേശം 3 മണിയാണെങ്കിൽ പോലും നല്ല തിരക്കായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മളങ്ങനെ ഈ ഹോട്ടലിലാണ് ഹോട്ടലല്ല, ശരിക്കും ലോഡ്ജാണ് റൂമെടുത്ത് അവിടെ നമ്മൾ കാണിച്ചിരുന്ന ഭാഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോൺ AC ആണെങ്കിൽ 1500 1 ഡേ, 24 hours. AC ആണെങ്കിൽ 2000 ആണ് ഇതിൻ്റെ റേറ്റ്. നമ്മളെന്താണെങ്കിലും നോൺ AC ആണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷൻ ടൂറിസ്റ്റ് പ്ലേസുകളാണ് കാണിക്കുന്നത്. നമ്മൾ ഏർലി മോർണിംഗ് തന്നെ യാത്ര തിരിച്ചു. നേരെ നമ്മൾ ചെന്നത് RTCയുടെ ഡിപ്പോയുടെ കണ്ടക്ടർ, അവിടെ ഒരു ഡിപ്പോ പോസ്റ്റുണ്ട്, അവിടെയാണ് നമ്മൾ കാണുന്നത്. ഇതാണ് സെക്കന്ദരാബാദ് റെയിൽവേ സ്റ്റേഷൻ. അവിടെ നമുക്ക് വേ പാസ് കിട്ടും. അതായത് സിറ്റിയിൽ കൂടെ എത്ര പ്രാവശ്യം യാത്ര ചെയ്താലും 120 rupees കൊണ്ട് നമുക്ക് വേ പാസ് എടുക്കാം. എങ്ങോട്ട് വേണമെങ്കിലും പോവുകയും ചെയ്യാം. അതുപോലെ തന്നെ അവർ പറഞ്ഞു തരും ഏതൊക്കെയാണ് ബസ് കയറേണ്ടത്. അങ്ങനെ റൂട്ട് മാപ്പൊക്കെ അവർ ആ ടിക്കറ്റിൻ്റെ പുറകിൽ എഴുതി തരും. അതുകൊണ്ട് നമുക്ക് വലിയ പൈസ ഒന്നും മുടക്കേണ്ട ആവശ്യമില്ല. ഇത് മൊത്തം ഒരു ഫാമിലിയാണ്. ഈ ഫാമിലിക്ക് വേണ്ടി അവർ ടിക്കറ്റ് വേ പാസ് അടിച്ചു കൊടുക്കുന്നതാണ്. കണ്ടക്ടർ തന്നെ, ഏത് കണ്ടക്ടർമാരും അവർ വേ പാസ് അടിച്ചു കൊടുക്കും. എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം. ഇതാണ് നെക്ലസ് റോഡ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്ലേസാണ്. ഒരുപാട് ഫോട്ടോസുകളൊക്കെ എടുക്കാം. ഓൾറെഡി ഞാനിവിടെ വിസിറ്റ് ചെയ്തുകൊണ്ട് അവിടെ നമ്മൾ ഇറങ്ങിയില്ല. നമുക്ക് ബുദ്ധ സ്റ്റാച്യു കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ BR അംബേദ്കറിൻ്റെ ഒരു സ്റ്റാച്യു കാണുവാൻ സാധിക്കും. മ്യൂസി റിവറിൻ്റെ വാട്ടർ ആർട്ടിഫിഷ്യലായിട്ട് പണ്ടത്തെ കാലത്ത് വെള്ളമില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുവന്നതാണ്. ഇത് രക്തസാക്ഷി മണ്ഡപമാണ്. ഒരുപാട് പ്രധാനപ്പെട്ട ആളുകൾക്ക് മരിച്ചപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് രക്തസാക്ഷി മണ്ഡപമാണ്. അതിന് തൊട്ടടുത്ത് തന്നെ വലിയ ഒരു ബിൽഡിംഗ് കാണുവാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ഏകദേശം പാർക്കിൻ്റെ അടുത്ത് എത്തിച്ചേർന്നു. ഈ പാർക്ക് ഹൈദരാബാദിൻ്റെ ഹൃദയഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ പേര് ബാഗ്-ഇ-അം എന്നും കൂടെ പറയുന്നു. ഇത് 7ാമത്തെ നിസാം റൂളറാണ്. 1846 ഇത് കൺസ്ട്രക്റ്റ് ചെയ്ത്. ഇത് ഒരു ഓൾഡ് പാർക്കാണ്. പക്ഷേ ഇത് പബ്ലിക്കാക്കി 1980 മൊത്തം 54 ഏക്കറാണ് ഈ പാർക്കുള്ളത്. 7 ഏക്കർ റെയിൽവേ സ്റ്റേഷനും അതുപോലെ തന്നെ പോണ്ടിനൊക്കെ വേണ്ടി കൊടുത്തു. റെയിൽവേ സ്റ്റേഷൻ പണിയാനൊക്കെ, ഹൈദരാബാദ് റെയിൽവേ സ്റ്റേഷൻ പണിയാൻ വേണ്ടി 7 ഏക്കർ കൊടുത്തു. ജൂബിലി ഹിൽസ് പ്രധാന ഹാളൊക്കെ ഇവിടെയാണ് ചെയ്യുന്നത്. ഒത്തിരി പ്രാവുകൾ കാണും. 1000 പ്രാവുകളൊക്കെ ഇവിടെയുണ്ട്. തൊട്ടടുത്തിരിക്കുന്ന വല്യമ്മ ഇതിനു വേണ്ടി അവിടെ വേണ്ട പൈസ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതിലെ ജോലി ചെയ്യുന്ന ആൾക്കാർ ഇതൊക്കെ വാങ്ങി ഇതിനു വേണ്ടി പ്രാവിന് തീറ്റ കൊടുക്കുന്ന ഒരു പുണ്യകർമ്മമായ പൈസ കൊടുത്ത് വാങ്ങി ഈ പ്രാവിനാണ് തീറ്റ കൊടുക്കുന്നത്. അതുപോലെ തന്നെ തെലുങ്ക് യൂണിവേഴ്സിറ്റി തൊട്ടടുത്തുണ്ട്. നിയമനിർമ്മാണ സഭയൊക്കെ ഇതിൻ്റെ തൊട്ടടുത്തുണ്ട്. അതിനുവേണ്ടിയൊക്കെ ഒത്തിരി സ്ഥലം ഈ പാർക്കിൽ നിന്ന് കൊടുക്കേണ്ടി വന്നു. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇതൊരു വലിയ പാർക്കാണ്. തൊട്ടടുത്ത് വലിയ 7 ഏക്കർ ഭാഗത്ത് പോണ്ടുകളൊക്കെ ഉണ്ട്. ഈ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം അവിടെ നമ്മൾ വിട പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങി. ഇനി രണ്ടാമത്തെ എൻ്റെ എപ്പിസോഡിൽ നമുക്ക് വേറെ ചരിത്രപ്രസിദ്ധമായ കാര്യങ്ങളൊക്കെ കാണുവാൻ സാധിക്കും. മുമ്പിൽ ഒരു ചെറിയ ഉന്തുവണ്ടി, അതിൽ കപ്ലങ്ങയൊക്കെ വെച്ചിട്ടുണ്ട്. വളരെ കോസ്റ്റ്ലിയാണ് കപ്ലങ്ങയൊക്കെ. പക്ഷേ ആരും കാണാതെ മനോഹരമായി ഓപ്പോസിറ്റ് സൈഡ് വളരെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർക്കല്ല, ഒരു ഗാർഡൻ എനിക്ക് കാണുവാൻ സാധിച്ചു. ശരിക്കും ഇതിൻ്റെ മനോഹരമായ കാഴ്ച ശരിക്കും നല്ലതായിട്ട് നമുക്ക് കാണും.